ഈ വർഷമെങ്കിലും എനിക്ക് നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, എൻ്റെ പാരൻസിനെ പ്രൗഡാക്കണം, എനിക്ക് പ്രൗഡാവണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ജൂൺ 1 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 10th പഠിക്കുന്ന കുട്ടികളുണ്ടാവും, +2 പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ മറ്റ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും. ഈ വർഷമെങ്കിലും കഴിഞ്ഞ വർഷങ്ങൾ പോലെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ, കഴിഞ്ഞ വർഷങ്ങൾ പോലെ വേസ്റ്റ് ആവാതെ നന്നായിട്ട് പഠിച്ച് സ്വയം സെൽഫ് ഇംപ്രൂവ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങണം എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആവാതിരിക്കുക. കാരണം നമ്മൾ ആബ്സെൻ്റ് ആവുന്ന ദിവസങ്ങളിലായിരിക്കും കൂടുതൽ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ നല്ല നല്ല ടോപ്പിക്സ് എടുക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ആബ്സെൻ്റ് ആവുക. തുടക്കം മുതലേ എപ്പോഴും ഇങ്ങനെ ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറേ പോർഷൻസ് മിസ്സായി പോവും, പിന്നെ നമുക്കത് കൺഫ്യൂസ്ഡ് ആയിപ്പോവും, ഒക്കെ ഒരു അവിയൽ പരുവത്തിലായിട്ട് ലാസ്റ്റ് നമുക്ക് നമ്മളെ കൊണ്ട് തന്നെ ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ലീവ് എടുക്കുക. അതേപോലെ തന്നെ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പഠിപ്പിക്കുന്ന പോർഷൻസ് എന്താണ് പഠിപ്പിക്കുന്നത്, അതിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന ട്രിക്സ്, ടിപ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചതിൻ്റെ പേരിൽ നമുക്ക് നല്ല ഗ്രേഡ്സ് കിട്ടും. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. ക്ലാസ്സിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് കുറേ ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റാറുണ്ട്. അപ്പം നമുക്ക് എന്താ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ നമ്മളുടെ മൈൻഡിൽ ആ കാര്യങ്ങൾ വരികയും നമുക്കത് കണക്ട് ചെയ്ത് പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒരുപാട് പോർഷൻസ് ഒന്നും എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷേ ചില സ്കൂളുകളിൽ ഇപ്പോഴേ തന്നെ ഒരുപാട് പോർഷൻസ് കവർ ചെയ്യുന്ന സ്കൂളുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നന്ന് എടുക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കൂട്ടിയിട്ട് പഠിക്കുന്ന ആ ഒരു ഇത് ഒഴിവാക്കുമ്പോൾ തന്നെ ഒരുപാട് നമ്മളുടെ സ്ട്രെസ് ലെവൽ കുറയും. കാരണം നമ്മൾ അന്നന്നുള്ളത് അന്നന്ന് പഠിക്കുന്നു, അന്നന്നുള്ള ഹോംവർക്ക്സ് ചെയ്യുന്നു, നോട്ട്സ് കംപ്ലീറ്റ് ആയി പോകുന്നു. അതുപോലെ തന്നെയാണ് ഈ നോട്ട്സ് കംപ്ലീറ്റ് ആക്കുന്നത്. ചില കുട്ടികളൊക്കെ നോട്ട്സ് എഴുതാതെ ഇരുന്ന്, +2 ഒക്കെയാണ് മെയിനായിട്ട്, നോട്ട്സ് ഒന്നും എഴുതാതെ ഇരുന്ന് ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും നമ്മളുടെ CE മാർക്കിന് വേണ്ടിയിട്ട് നെട്ടോട്ടമായിരിക്കും നോട്ട്സ് എഴുതാനായിട്ട്. ആ ഒരു സമയത്ത് നമുക്ക് പ്രാക്ടിക്കലിൻ്റെ സെക്ഷൻസ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമുക്ക് മറ്റ് ക്ലാസ്സുകൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, റിവിഷൻ ക്ലാസ്സുകൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഈ നോട്ട് എഴുതലായിരിക്കും. അതുകൊണ്ട് നോട്ട്സൊക്കെ ആദ്യമേ ക്ലിയർ ചെയ്ത് പോവുക. പോർഷൻസ് അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് പോർഷൻസ് ഡെയിലി പഠിക്കാനായിട്ട് പറ്റിയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് പഠിപ്പിച്ച എല്ലാ പോർഷൻസും ഒന്ന് ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യുക. പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ക്വിക്കായിട്ട് ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു എന്നുള്ളത് ഒന്ന് നോക്കുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പഠിക്കാൻ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ കാര്യം ഓർമ്മ വരികയും പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ ദിവസവും ഒന്ന് പെട്ടെന്ന് ക്വിക്ക് റിവിഷനെങ്കിലും മിനിമം ചെയ്യുക. പഠിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അന്നന്ന് പഠിക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെയും ഒരു കൺസേൺ ആണ്, എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ, എന്നെക്കൊണ്ട് നല്ല ഗ്രേഡ്സ് വാങ്ങാൻ പറ്റുമോ, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല, ഇങ്ങനെയുള്ള കൺസേൺസ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യു ആർ എ സ്ട്രോങ് ഗേൾ, അല്ലെങ്കിൽ യു ആർ എ സ്ട്രോങ് ബോയ്, യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, നിങ്ങളെക്കൊണ്ട് പറ്റും. നിങ്ങളിപ്പം ആവറേജ് സ്റ്റുഡൻ്റ് ആവട്ടെ, ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആവട്ടെ, നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റതായിട്ട് ഒന്നുമില്ല. എവറിത്തിങ് ഈസ് പോസിബിൾ ഇഫ് യുവർ മൈൻഡ് സെറ്റ് ഈസ് കറക്റ്റ്. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളെപ്പോഴും ഓക്കെ ആക്കി വെക്കുക. അതായത് എന്നെക്കൊണ്ട് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ പോർഷൻ പഠിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് മടിയാവും. ഓക്കെ, വീക്കെൻഡിൽ പഠിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വീക്കെൻഡിൽ തന്നെ പഠിക്കാം. പക്ഷേ വീക്കെൻഡിൽ നിങ്ങൾ പഠിക്കാമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് അത് വീക്കെൻഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഫുൾ ടൈം പഠിക്കാമെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടാവും, ഹോബീസ് ഉണ്ടാവും. അതൊന്നും വിട്ട് കളയരുത്. അതിപ്പോൾ നിങ്ങൾ SSLC ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സിലാണെങ്കിൽ കൂടിയും നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കരുത്. ബിക്കോസ് നിങ്ങൾ മൊത്തം സ്റ്റഡിയിൽ ഫോക്കസ് കൊടുത്താൽ ഒരു പക്ഷേ നിങ്ങൾക്കത് നല്ല സ്ട്രെസ്സാവും, ഡിപ്രഷനാവും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് മറന്നു പോകും. അതുകൊണ്ട് അഫ്കോഴ്സ് നമുക്ക് നമ്മളുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഔട്ട്ലെറ്റ് വേണം. ഇപ്പം ഡ്രാമാസ് കാണുന്നവരുണ്ടാവും, സീരീസ് കാണുന്നവരുണ്ടാവും, ഫ്രീ ഫയർ അല്ലെങ്കിൽ PUBG അങ്ങനെ ഗെയിം കളിക്കുന്നവരുണ്ടാവും, യൂട്യൂബ് വീഡിയോസ് കാണുന്നവരുണ്ടാവും. നിങ്ങൾക്ക് എന്താണ് ഓക്കെ ആയിട്ടുള്ളത് അങ്ങനെയുള്ള നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ്സ് അഫ്കോഴ്സ് നിങ്ങൾ എപ്പോഴും കൂടെ തന്നെ കൊണ്ടുപോകണം. അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യണം, എല്ലാം വേണം. ബട്ട് വി ഹാവ് എ ലിമിറ്റ്. അതായത് പഠിത്തമാണ് നമ്മളുടെ പ്രയോറിറ്റി, പക്ഷേ നമ്മൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഫൺ പാർട്ട് ഒരിക്കലും ബിഹൈൻഡ് ആക്കി വെക്കുന്നില്ല.
അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റഡി, അതേപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ബാലൻസ് നമുക്ക് വേണം. ഒരു ടൈം ടേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആക്ച്വലി അതാണ് ബെറ്റർ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടിവേഷൻ കുറഞ്ഞു പോകുന്ന പോലെ തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ ഇല്ല, ആ ഒരു ആവേശമില്ല, ആ ടൈമിൽ നിങ്ങളുടെ നല്ല നല്ല മോട്ടിവേഷണൽ വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ആ ഒരു പഠിക്കാനുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒന്നും കൂടെ കൂടി വരും. ഇപ്പം നമ്മളുടെ ചാനലാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മോട്ടിവേഷണൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, ഡെയിലി നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഞാൻ പഠിക്കും, നിങ്ങളുടെ ഡ്രീം എന്താണോ ആ ഒരു ഡ്രീമിൽ ഞാൻ എത്തിപ്പെടും, ഞാൻ നന്നായിട്ട് പഠിക്കും, നല്ല ഗ്രേഡ് വാങ്ങും, നല്ല രീതിയിൽ ഗ്രാജുവേറ്റ് ആവും, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിപ്പിക്കും, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളത് ഞാൻ പഠിച്ച് നല്ല നിലയിലെത്തും, ഒരു ലക്ഷറിയസ് ലൈഫ് ഞാൻ ഉണ്ടാക്കും. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മടിയാവുമ്പോൾ ജസ്റ്റ് മാനിഫെസ്റ്റ്, യു ആർ ഗ്രാജുവേറ്റിംഗ് നൗ ആൻഡ് യു ആർ വെരി ഹാപ്പി, യുവർ പാരൻസ് ആർ വെരി പ്രൗഡ്. ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെൻറ്റ്, റൈറ്റ്?